നമ്മളിപ്പോൾ കൈത്തറി ബീച്ചിൽ നിന്നും പോവുകയാണ്. നമുക്ക് ഇവിടുത്തെ ഈ ബീച്ചിൻ്റെ വാട്ടറും അതിൻ്റെ കളറുകളും ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഇവിടെ അത്രയും പോപ്പുലർ ആയതെന്ന്. നല്ല സണ്ണി ഡേ ആണ് ഇവിടെ. കൂടുതൽ ദിവസങ്ങളിലും നല്ല സണ്ണി വെതർ വരാറുള്ളത്. നമ്മളേതായാലും ഇവിടുന്ന് ഇനി പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ കൈത്തറി ബീച്ചിലായിരുന്നപ്പോൾ ഇവിടെ ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരെ കണ്ടുമുട്ടാൻ പറ്റി. അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തുനിന്ന് ഇവിടെ എന്തൊക്കെയാണ് കൂടുതൽ അട്രാക്ഷൻസൊക്കെ എന്താണെന്നുള്ളതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞു ഇവിടെ റിവക്ക എന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ട്. നമ്മൾ വന്ന വഴിക്ക് തന്നെയുള്ള ഇവിടുത്തെ ഒരു ടൗണാണ്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു ഫേമസ് ആയിട്ട് തോമസ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട്. അവിടെ നല്ലൊരു സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ ഏതായാലും ഒന്ന് പോകാമെന്ന് തീരുമാനിച്ചു. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് ചോദിക്കാം. അവിടെ ഈ ഭാഗത്ത് ചെറി പിക്കിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സീസൺ ആകുമ്പോൾ മാത്രമാണ്. ചെറി സീസണൽ ഫ്രൂട്ട് ആയതുകൊണ്ട് ഏകദേശം ഈ ഡിസംബർ മാസങ്ങളിലൊക്കെയാണ് ഇവിടെ ചെറി പിക്കിംഗ് ഉള്ളത്. ചെറി അപ്പോഴാണ് പഴുക്കത്തുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് ഏതെങ്കിലും ചെറി പിക്കിംഗ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണമുണ്ടെങ്കിൽ പോവാം എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഏതായാലും ഇവിടെ റിവക്ക എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടുത്തെ കണ്ട് പഴയ വീടുകളും കാറുകളും അങ്ങനെ അത്യാവശ്യം ഒരു സ്ലോ ലൈഫാണ് ഇവിടുത്തെ ഇതുപോലെയുള്ള ടൗൺഷിപ്പുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കൂടുതലും ഈ സമയത്ത് ഇവിടെ താമസിക്കുന്ന ആൾക്കാരെക്കാളും കൂടുതലും ടൂറിസ്റ്റുകളായിരിക്കും ഉള്ളത്. ഇവിടെയുള്ള ഒരു റിവക്ക എന്ന് പറയുന്ന ടൗൺഷിപ്പിൻ്റെ ഒരു കാര്യങ്ങളാണ് ഇവിടെയുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ തോമസ് ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു ഐസ്ക്രീം ഷോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ചെറി ഐസ്ക്രീം, ഈ ഭാഗത്തുണ്ടാകുന്ന ഫ്രൂട്ടുകളുടെ ഐസ്ക്രീമാണ് ഇവിടെ കൂടുതലും കൊടുക്കുന്നത്. വേറെ പുറത്തുനിന്നുള്ള ഫ്രൂട്ട്സൊന്നും ഇല്ല. ഈ ഭാഗത്തുണ്ടാകുന്ന ഫാമുകളിലെ ഫ്രൂട്ടുകൾ എല്ലാം കൂടി ശേഖരിച്ച് ഇവിടെ ഐസ്ക്രീമും അതുപോലെയുള്ള മറ്റ് പ്രൊഡക്ട്സ് ആക്കി കൊടുക്കുന്നു. നമുക്ക് ഏതായാലും കടയുടെ ഉള്ളിൽ ഇവിടെ എന്താണുള്ളതെന്ന് നമുക്ക് കാണിച്ചു തരാം. ഫ്രഷായിട്ടുള്ള ഇവിടെ നിന്ന് തന്നെ ഈ ഭാഗങ്ങളിലുണ്ടാകുന്ന ഫാമിലുള്ള ഫ്രൂട്ട്സാണ്. പിന്നെ ഈ ബനാനയൊക്കെ ഇവിടെ ഉണ്ടാവില്ല. ഓറഞ്ചും കിവി ഫ്രൂട്ട്, തക്കാളി, ആപ്പിള്, ക്യാപ്സിക്കം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വില ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല ഫ്രഷാണ്. ബ്ലൂബെറീസ് കൂടുതലും സീസണലായിട്ടുള്ള ഫ്രൂട്ട്സാണ്. ഇപ്പോൾ ചെറീസ് ആണെങ്കിലും പല ടൈപ്പ് ഓഫ് ചെറീസ് ഉണ്ട്. ക്ലാസ് 1 ചെറീസാണ് അത്. 1 കിലോയുടെ വില. 1/2 കിലോയുടെ ബാഗായിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പേപ്പറിൻ്റെ ബാഗാട്ടോ. പ്ലാസ്റ്റിക് മാക്സിമം അവർ കഴിവതും ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. കംപ്ലീറ്റായിട്ട് ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോൾ വേറെ ഒഴിവാക്കാൻ പറ്റാത്ത ചെറിയ സാധനങ്ങൾക്കൊക്കെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ നെക്ടറിൻസൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ചെറിയ കൊട്ടകളാണെങ്കിലും അത് പേപ്പറിൻ്റെ ഒരു കൊട്ടകളാണ്. മാക്സിമം പ്ലാസ്റ്റിക് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു കടയാണെങ്കിലും എല്ലാം നല്ല ഫ്രഷ് ഫ്രൂട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കടയുടെ പുറത്തുള്ള ഒരു വ്യൂ ആണ്. അവിടെ നമുക്ക് കാണാൻ പറ്റും. കൂടുതലും നല്ല ബിസി ആയിട്ടുള്ള സമയമാണ് ഇവിടെ. എല്ലാവരും നല്ല ചൂടായിട്ടുള്ള വെതർ ആയതുകൊണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഐസ്ക്രീമിൻ്റെ വില വിവരങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. ഐസ്ക്രീമുണ്ട്, യോഗട്ടുണ്ട്, കിഡ്സ് യോഗട്ട്, അങ്ങനെ പലതര വെറൈറ്റികളുണ്ട്. ഇത് നമ്മുടെ ഇവിടെ തന്നെ ലൈവായിട്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കി തരുന്ന ഒരു മെഷീനാണ് കേട്ടോ. നമ്മളേത് ഐസ്ക്രീമാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഇൻഗ്രീഡിയൻസ് അവരവിടെ ഇടുന്നു. അത് കഴിഞ്ഞ് അപ്പം തന്നെ നമുക്ക് അത് ഐസ്ക്രീം കോണിൽ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ നമുക്ക് ഐസ്ക്രീം നല്ല കോണായിട്ട് നമുക്ക് ലൈവായിട്ട് റെഡിയാക്കി തരും. ഈ ഭാഗങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സിൻ്റെയാണ്. അതിൻ്റെ മുകളിൽ ചെറി ഐസ്ക്രീം ആണെങ്കിൽ അതിൻ്റെ മുകളിൽ കണ്ട ഒരു ഫ്രഷ് ചെറി വെച്ച് തരും.
ഐസ്ക്രീം ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആൾക്കാർക്ക് നല്ല കാഴ്ചയൊക്കെ കണ്ട് ഇരിക്കാനായിട്ടുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ആബൽ ടാസ്മൻ ഹണിയാണ്. ഈ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്ന ആബൽ ടാസ്മൻ റീജിയൻ പാർക്ക് ഈ ഭാഗത്ത് തന്നെയുള്ള ഒരു വലിയൊരു നാഷണൽ പാർക്കാണ്. അവിടെയുള്ള ഹണിയാണിത്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ആപ്പിളിൻ്റെയൊക്കെ ജ്യൂസും ഇവിടെയുണ്ട്. പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ അവിടെ തൊട്ടടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഇരിക്കുന്നുണ്ടെങ്കിലും ജ്യൂസൊക്കെ വരുന്നത് ഗ്ലാസിൻ്റെ കുപ്പിയിലാണ്. ഇവിടെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആരും തന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊന്നും അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നില്ല. അത് ഉപയോഗിച്ചതിന് ശേഷം എല്ലായിടത്തും ധാരാളമായിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കളയാനുള്ള ഇത് വെച്ചിട്ടുണ്ട്. റീസൈക്കിൾ ബിൻ വെച്ചിട്ടുണ്ടാവും. അവിടെയായിരിക്കും ഇവിടെ എല്ലാവരും ഇടുക. കൂടുതലും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളിൽ മിക്ക പ്ലാസ്റ്റിക് കുപ്പിയും വീണ്ടും റീസൈക്കിൾ ചെയ്ത് വീണ്ടും തിരിച്ചെത്തുന്നതാണ്. നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടയുടെ ബാക്ക് സൈഡിലൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ കടയുടെ തന്നെ കട ഇങ്ങനെയാണെങ്കിലും അതിൻ്റെ 4 സൈഡിലും പാർക്കിംഗ് ആണുള്ളത്. നമ്മുടെ വണ്ടി വലിയ വണ്ടി ആയതുകൊണ്ട് ക്യാമ്പർ വാനൊക്കെ ആയിട്ട് വരുമ്പോൾ ഏറ്റവും പാടുള്ള കാര്യം ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ അത് പാർക്ക് ചെയ്യാനുള്ള ഒരു ഇടം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടി. ഇത് നമ്മുടെ ആ ഷോപ്പിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു ഫാമാണ്. ആ ഫാമിൽ താമസിക്കുന്നവരാണ്. അതെ, അവരുടെ ഒരു കുഞ്ഞു വീട്, ചെറിയൊരു വീട് കണ്ടോ. ന്യൂസിലൻഡിലെ ഫാമിലൊക്കെ താമസിക്കുന്ന ഫാമിനടുത്തുള്ളൊരു ചെറിയൊരു വീടാണിത്. ഇതുപോലെയുള്ള വീടുകളിലും ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഷോപ്പിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ ഇഷ്ടംപോലെ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളേതായാലും ഐസ്ക്രീമൊക്കെ കഴിച്ചു. നമ്മളതിന് വീണ്ടും ആബൽ ടാസ്മൻ റീജിയണൽ പാർക്കിൻ്റെ ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് മരഹാവ് എന്നാണ്. ഇതാണ് മരഹാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട്. ഇത് നമ്മുടെ ആബൽ ടാസ്മൻ റീജിയണൽ പാർക്കിലേക്ക് പോകുന്ന അവിടെ പാർക്കിലേക്ക് നമുക്ക് നടന്നു പോകാനേ പറ്റത്തുള്ളൂ. അവിടെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഏറ്റവും നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ള ഒരു ടൗൺഷിപ്പാണ് ഈ മരഹാവ് എന്ന് പറയുന്ന ടൗൺഷിപ്പ്. അത്രയ്ക്ക് നല്ലൊരു വ്യൂ ആണ്. നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം ഉയരമുള്ളത് കൊണ്ട് നല്ലൊരു വ്യൂസ് നമുക്ക് കിട്ടി. അതുകൊണ്ട് നമ്മളിത് മൊത്തം കാണിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മുടെ ഗ്ലാസ്സിൽ നിന്ന് റിഫ്ലക്ഷൻ വരുന്നുണ്ടെങ്കിലും അത്രയ്ക്ക് നല്ലൊരു വ്യൂ ആയതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ല. മരഹാവ് അത്യാവശ്യം നല്ല ആൾക്കാർ കുറേ ഉള്ള സ്ഥലമാണ്. അതായത് കൂടുതലും ടൂറിസ്റ്റുകളൊക്കെ നടന്ന് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്പീഡ് ലിമിറ്റ് 30 കിലോമീറ്ററാണ്. ഒത്തിരി വലിയ ജനവാസം ഒത്തിരി ആൾക്കാരൊന്നും താമസിക്കുന്ന സ്ഥലമല്ല. കുറേ വീടുകളൊക്കെ അവിടെ ഉണ്ടെങ്കിലും കൂടുതലും ക്യാമ്പേഴ്സാണ് അവിടെ താമസിക്കുന്ന ആൾക്കാരെക്കാളും കൂടുതൽ. നമുക്ക് ഏതായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി മരഹാവിൻ്റെ വിശേഷങ്ങളും ദൃശ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.